ഇതെന്താ ഇതാര്? പ്രകാശേ ദേ ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. അസ്സലാമലൈക്കും. എന്താ പേര്? അഭിനവ്. അഭിനവ്. മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. എവിടുന്ന് വരുന്ന? ആ പിന്നെ പ്രശ്നമില്ല, യു ക്യാൻ പ്രൊസീഡ്. ഓക്കെ സർ. MRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോലി സ്കൂളിലെ സാറാണ്. സാറാ? മാഷാണല്ലേ? വരൂ, ഇരിക്കൂ. ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇരിക്കോ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും മാഷോ കാര്യം പറ. വെറുതെ ഞാൻ ഹിന്ദി അധ്യാപകനാണ്. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. അമ്മ സത്യം. അമ്മ സത്യം. ഹിന്ദി അധ്യാപകനാണ്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആണോ? പണി പോയല്ലേ? മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. मोक्ष नहीं मिला है, वो आज भी गंगा के तट पर അലേണേ ഹിന്ദിയിൽ എന്തോന്ന് പറയാ അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ. സത്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എനിക്ക് ഉപദേശിക്കാനൊന്നും എന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 ഒരു 20 മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. ട്യൂഷൻ സെന്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? ശകലകലാവല്ലഭൻ. എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴെ തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിപ്പോ ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ? കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പഠിച്ചു കിട്ടിയതാ. കഷ്ടപ്പെട്ടില്ല, വെറുതെ പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തേണ്ടോ? ഇവിടെ കാരണന്മാരെ നമ്മളെ പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലാണ്ട് ഉഴപ്പാനായിട്ടല്ല. അങ്ങനെയൊന്നുമില്ല. കോപ്പി അടിച്ചൊക്കെ തന്നെ ഞാനും മാർക്ക് വാങ്ങിച്ചത്. ബുദ്ധിജീവി ഒന്നുമല്ല, കോപ്പി അടിച്ച് തന്നെ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നാളെ പുറത്താവും ചിലപ്പോ. സ്കൂളിൽ റിസൈൻ ചെയ്തു. ശരിക്കും 10 ലക്ഷവും ഒരു മാരുതി കാറും കത്തിച്ചിട്ടാ. ചാറ്റ് എന്താ ചെയ്യണ്ടേ? ചാറ്റ് പറ. ഓഡീഷനിൽ ചാൻസ് കൊടുക്കണോ വേണ്ടോ? യെസ് ഓർ നോ? കാരണം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവരാ. ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. ഒരു അധ്യാപകനെ മാത്രം നമ്മളോട് ചോദിക്കുമ്പോ അല്ല, അങ്ങനെ നിങ്ങൾ കാണണ്ട. എന്നെ നിങ്ങളുടെ ഒരു ആളായിട്ട് മാത്രം. അധ്യാപകന്റെ ആ ഒരു ഇത് അത് വിട്ട്, അത് അധ്യാപകൻ എന്ന് പറഞ്ഞ സാധനം തൽക്കാലം ഇവിടെ വേണ്ട. നിങ്ങൾ ആ ഒരു ഇത് എന്നെ കാണല്ലേ പ്ലീസ്. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ല. ട്യൂട്ടർ പഠിക്കുന്ന കുട്ടികളെ അണ്ണാന്ന് വിളിക്കാനാണ് ഞാൻ പറയുന്നത്. എന്നെ സാറെന്ന് വിളിക്കുന്നതൊന്നും അത്ര വലിയതൊന്നും അല്ല. ഞാനെല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. 6 2.2 ശരിയാലോ? 6 പോലത്തെ കുറെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ. സംസാരം ഏകദേശം അകത്തിന്റെ കണ്ണടയുണ്ട്. താടി പഠിച്ച 6 ഇത്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ ഇൻസൾട്ട് ആയിട്ട് പഠിക്കാം, കുഴപ്പമില്ല. ഞാൻ ഇൻസൾട്ട് ആയിട്ട് പറയുന്നല്ലേട്ടാ. എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ അല്ല, ഒരാൾ പറഞ്ഞ 6 2.1 സൂപ്പർ ചാറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ അമ്മയോടും അനിയനോടും പറഞ്ഞ എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നിന്റെ ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടി ഓടി വന്നേക്കണം. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ജസ്റ്റ് ഒരു സൂപ്പർ ചാറ്റ് ഇട്ട് ഇതിൽ പറഞ്ഞാൽ ഞാൻ കാണുമായിരുന്നു. അല്ലെ എങ്ങനെങ്കിലും തന്നെ അറിയിക്കാൻ നോക്കായിരുന്നു. ഇതിപ്പോ ഒന്നും പറയാണ്ട് റിസൈൻ ചെയ്തിട്ട് ഓടി. ഇനി നിങ്ങൾ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് സ്കൂളിൽ കയറാൻ പറ്റുമോ? അതെ, ഓഡീഷനിൽ ഒരുപാട് ആൾക്കാർ കാണും. അതിലിപ്പോ ബ്രോക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാ ഇപ്പൊ തന്നെ ഓഡീഷനിൽ 3 പേരായി. എന്താ എത്ര പേര് ആലോചിക്കേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയും.